കളിച്ചുള്ള കള്ളത്തരങ്ങൾ മുഴുവൻ കാണിച്ച അവസാനം എന്നെ തോക്കൊണ്ട് ഒടിക്കലടാ കൊള്ള കഴിവേറി. അപ്പച്ചാ എന്താടാ? ഒന്നുമില്ല. ഇനിയിപ്പൊ നിന്റെ കേസ് തരാതെ തീരുമാനമാവോ? പോലീസുകാരുടെ ഫോറസ്റ്റുകാരുടെ അവന്റെ ഒരു കൂത്തിക്കഴപ്പ്. അവിടെ നാറി നിന്റെ നോക്കിറങ്ങി പോയോ? മതി. അല്ല അപ്പുറം നടക്ക്. ആരെ കൊന്നിട്ടാണെങ്കിലും ഞാൻ ആ തോക്ക് തിരിച്ചു വാങ്ങിയിരിക്കും. ഇനി തോക്കും കൊണ്ടല്ലാതെ നീ എന്റെ കൺമുമ്പിൽ വന്നു പോകരുത്. അപ്പം പോയി. എടാ തങ്കച്ച, എന്തെങ്കിലും വഴിയുണ്ടോ? തോക്ക് എങ്ങനെയെങ്കിലും സെറ്റ് ആക്കണം. എടാ അങ്ങേർക്ക് മുഴുത്ത വട്ട ആൾക്കാർ മുമ്പ് വെച്ച് ക്രിക്കറ്റ് കുത്തും. എൽസിയെ നമുക്കൊരു മനസ്സമ്മതം ഇല്ലായിരുന്നോടി? ഏത്? ഞാനും പോയി വല്ലതും കഴിക്കട്ടെ. കുഞ്ഞുമോളാണ് 2 തവണ വിളിച്ചായിരുന്നു. പിന്നെ പോയേക്കാണേ. എടാ ഫോറസ്റ്റിൽ നിനക്ക് ആരെങ്കിലും പരിചയമുണ്ടോ? ആരെ? ആന. അണ്ണാനും വാ പൊളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവക്കം പുച്ഛം. തിന്നാനൊക്കെ വല്ലതും കിട്ടിയായിരുന്നോ അവിടെ? പിന്നെ അവിടെ നല്ല ഉഗ്രൻ. വേണ്ട ഇനി തള്ളണ്ട. അല്ല പോരായിരുന്നു, ജയിലല്ലേ. എന്തായാലും നാട്ടുകാർക്കൊക്കെ നല്ല മതിപ്പാ. പോത്തു പാപ്പച്ചൻ നല്ല പേരാ. എന്തായാലും പാമ്പു പാപ്പച്ചൻ മാറി കിട്ടി. റീനെ, ആ ഫോറസ്റ്റുകാർ എന്ന് വന്നപ്പം കംപ്ലീറ്റ് സാധനം കൊണ്ടുപോയോ? ഞാൻ 1.5 കിലോ ഉണക്കാൻ വേണ്ടി വെച്ചിരുന്നു. അതും നീ എന്ത് വായി നോക്കിക്കൊണ്ടിരിക്കുവാടാ? പോയി കുളിക്കടാ, നിനക്ക് പള്ളി പോണ്ടേ? ഈ അമ്മച്ചിക്ക് എന്താ? നിന്നെയല്ലേ, അതെനിക്കുള്ളതാ. ഇതിനൊക്കെ കാരണക്കാരനോ ജെയിംസാ മാറി. ഡീ ആ സാരി ഒന്ന് അലമാരിന്ന് എടുത്ത് പുറത്തു വെച്ചേ. ഏതാ അമ്മേ? പള്ളി പെരുന്നാളൊക്കെ അല്ലേ, നല്ല സാരി എടുത്ത് കൊടുത്തോ, കളറാവട്ടെ. ഓ വാങ്ങിച്ച അലമാരിൽ നിറച്ചു വെച്ചേക്കല്ലേ മാറി മാറി കൊടുക്കാൻ. എന്താണാവോ ചാച്ചനും അമ്മച്ചിയോട് ഇത്ര സ്നേഹം? സ്നേഹം കൊണ്ടല്ല, ആ ജെയിംസ് പള്ളിമുറ്റി തന്നെ കാണും. ഇതിനെങ്ങാനും കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോയാൽ അവന് നല്ല പണിയാവും, ചാച്ചന് നല്ല ഗുണമാവും. കാര്യാക്കണ്ട, തട്ടിക്കോ. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ, മനസ്സിനുള്ളിൽ മാരിക്കാവടി ചിന്തും ചിന്തുണ്ടേ. പുതിയ സാരിയാണോ ഇത്? 2 വർഷം മുമ്പുള്ള പള്ളി പെരുന്നാൾ എടുത്തതോ. ഓ ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിച്ചു, സത്യം പറയോ? പിന്നെ ഞാൻ സത്യം മാത്രമല്ലേ പറയാറുള്ളൂ. അതാ ചോദിച്ചേ. അല്ല പറയില്ല. എന്നെ കാണാൻ ഭംഗിയില്ലെന്ന് എപ്പോഴെങ്കിലും ചേട്ടായിക്ക് തോന്നിയിട്ടുണ്ടോ? പറ. എന്താ മോളെ ഇത്? ചിലപ്പോ എന്റെ തോന്നലായിരിക്കും. ഹേയ്, തോന്നലൊന്നുമല്ല. ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. പിന്നെ ചിരിക്കുമ്പോ ഈ ഓന്ത് ഇയലിനെ പിടിക്കാൻ പോണ പോലത്തെ ആ ഒരു അയ്യോ പോ കുന്തം. എടാ പാപ്പച്ചാ, ഇങ്ങ് വന്നേ. ഒന്നിങ്ങ് ഓടി വന്നടാ. എടാ നിന്റെ കുഴിയിലെ ഒരൊറ്റ വീണിട്ടുണ്ട്. എന്ത്? എടാ പന്നി, കാട്ടുപന്നി. ഇനിയിപ്പോ എന്ത് ചെയ്യും? അതിനെങ്ങനെയും കയറ്റി വിടും. ഓ ഇതാ ഇപ്പൊ നന്നായേ. ആലിങ്ക പടുത്തപ്പോ കാക്കയ്ക്ക് വായ്പണെന്ന് പറഞ്ഞ പോലെയാ. നീ ചെന്ന് വല്ല കമ്പിമരയോ വല്ല കോടാലിയോ വല്ല എടുത്തോണ്ട് വാ, നമുക്ക് പോയി കൈ നോക്കാം. തങ്കച്ച, ഈ മാസം ഇനി വേണോ? നമുക്ക് പള്ളി പെരുന്നാൾ കഴിഞ്ഞിട്ട് നോക്കാം. ചേടാ എന്റെ പൊന്നു പാപ്പച്ച, നീ ഒന്ന് വാടാ. ഒരു വേട്ടക്കാരൻ വന്നിരിക്കുന്നു. വാ ഇങ്ങോട്ട് നടക്ക്. എടാ തന്ന മതിരി ആടിയ മോള് വേലിയെങ്കിലും ചാടണ്ടേ? നീ പോലീസുകാരെ വിളിച്ചോണ്ടോ? ഞാൻ പറഞ്ഞത് പറഞ്ഞാൽ മതി. സാറേ, ഈ പള്ളിമിറ്റത്ത് എന്തെങ്കിലും നടന്ന ഇടവക്കാരെ ഞങ്ങൾ ഇത് അറിയണ്ടേ അല്ലേ? ആ കാര്യം പറയാൻ പോവല്ലേ? നമ്മുടെ ശിക്കാരി പാപ്പച്ചന്റെ മോള്, ആ ക്ലീനറുകാരൻ പയ്യൻ, അകത്ത് ഡിങ്കാ ഡിങ്കാ. ഞാനത് കണ്ടോട്ടെ. അച്ഛൻ വന്നല്ലോ. ഇനി അച്ഛൻ തുറക്കട്ടെ. നീ വെറുതെ നല്ലൊരു ദിവസമായിട്ട് അലങ്കോലുണ്ടാക്കല്ലേ? എന്റെ അച്ഛൻ ഞാനൊന്നും ചെയ്തില്ല. അച്ഛൻ തുറന്നു വഴക്ക് തീർക്കാനുള്ള സ്ഥലമല്ല ഇത്. അയ്യോ അച്ഛൻ തുറന്നു നോക്കി. കാര്യങ്ങൾ അറിയാലോ. ഞാൻ ഉണ്ടാക്കിയതാ. കണ്ടോ കണ്ടോ കണ്ടോ, എല്ലാരും കണ്ടോ? നോക്കിയാ കണ്ടല്ലോ. ഇതൊന്ന് ഈ പള്ളി പരിസരത്ത് ഇതൊന്നും ഞാൻ അങ്ങോട്ട് ചോദിക്കോ. എന്താ എല്ലാവരോട് നോക്കിക്കുന്നേ? എല്ലാവരും സ്റ്റേജിലേക്ക് പോയേ. എല്ലാരും പോയേ. അച്ഛൻ പോയിക്കോ. ജെയിംസേ, നീ അങ്ങേറ്റത്തെ പണിയാ കാണിച്ചത്. ഞാൻ കാണിച്ചാണോ കുഴപ്പം? ഞാൻ അവരെ പിടിച്ചു കയറ്റി അടച്ചിട്ടൊന്നും അല്ല. പിടിച്ചിട്ടു. സ്പോൺസർ ചെയ്തിരിക്കുന്ന ബാൻഡ് മേളമാണ്. അതിനുവേണ്ടി ചാലക്കുടി കൈരളി ബാൻഡ് സെറ്റിനെ സ്നേഹത്തോടെ ക്ഷണിച്ചു.
ഇനി ഒന്നും നോക്കണ്ട കച്ചവടമൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ ചേട്ടാ. പൈസ ഞാൻ ഗൂഗിൾ ചെയ്ത് തരാം. വേണ്ട അടിക്കട്ടെ. സമാധാനം പറയേണ്ടി വരില്ലോ. അയ്യോ കിടന്നുരുളല്ലേ മുണ്ടഴിയും പെണ്ണുങ്ങളൊക്കെ ഉള്ളതാ. പാപ്പച്ച ഒരു പോലീസുകാരനെ തൊട്ടാലുള്ള വകുപ്പ് എന്താന്ന് നിനക്കറിയാവോ? ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ. പോടാ പോടാ ഏ പോടാന്ന്. പോടാന്നോ? സാറേ ഇവന്നെ പോടാന്ന് വിളിച്ചു. ജെയിംസ് ഇങ്ങോട്ട് പറയുന്നത് ആ ചോദിക്കും സാറേ. താൻ ഇപ്പോഴും 5 മീലിൽ നിന്ന് ഉള്ളിമാന്തി കളിക്കണ പോത്തന്മാര് നാണില്ലല്ലോ. സാറേ എൻ്റെ ഒരു അഭിപ്രായത്തിലേ നമുക്കൊരു 353 ഇവനെ പുറത്തങ്ങ് ചാർജ് ചെയ്യാം. തന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചാ? ഇല്ല, സാറിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമല്ലോ. തൽക്കാലം കേസ് കൂട്ടൊന്നും വേണ്ട. നാളെ ഡിപ്പാർട്ട്മെന്റാ. ഇറങ്ങി പോടോ. കേറാ അങ്ങോട്ട്. അങ്ങോട്ട് നടക്കണം. ഇതിപ്പോ എന്താ കേസ്? സാറേ ഇത് ഓൺലൈൻ തട്ടിയപ്പോ സാറേ ജർമ്മൻ ഷപ്പേന്റെ കുട്ടിയെന്ന് പറഞ്ഞിട്ട് കുറുക്കന്റെ കുട്ടീനെ കൊണ്ടുകൊടുത്തു. അതൊരു വെറ്റിനറി ഡോക്ടർക്ക്. അത് ഇത്തിരി വലുതായി കഴിഞ്ഞപ്പോൾ അവിടെ കിടന്ന് പോകാൻ തുടങ്ങി. ആ ഡോക്ടർ കംപ്ലൈന്റ് തന്നുകൊണ്ട് നമ്മൾ മരങ്ങ പൊക്കി. ഇവർക്ക് ഈ കേസ് മാത്രമല്ല സാറേ, ആ പുറത്തിരിക്കുന്ന അടുത്തിടെ എരുമനെ അടിച്ചോണ്ട് പോയിട്ട് അതിനെ അവിടെ കൊണ്ടുപോയിട്ടു. ആഹാ എടുക്കാൻ വരാനല്ലോ. ഇതെന്ത് സ്റ്റേഷനാണോ? പട്ടിയും പൂച്ചയും പോത്തും മാത്രം ഉള്ളല്ലോ. ആ സാർ എൻ്റെ ഇവിടുത്തെ സ്റ്റേ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഇമാരോട് അഡ്ജസ്റ്റ് ചെയ്തോളാം. 2 ദിവസം കൊണ്ട് വെക്കേറ്റും ചെയ്യാം. പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാതെ ജമന്തി ലോഡ്ജാണല്ലോ. സാറേ അവൻ്റെ ആഗ്രഹം ഒന്ന് സഹായിച്ചു കൊടുത്തേ. ആ സൂക്കേട് ഞാനങ്ങ് തീർത്തോളാം. വേണേ അതിൻ്റെ റെന്റ് സാർ എൻ്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചു. താങ്ക് യു ജെയിംസ്. ഇനി ലോകബന്ധം വേണ്ട, തനിക്ക് ജാമ്യം കിട്ടി. അടുത്തത് അതിന് ഇയാൾക്കെതിരെ കേസ് എടുത്തിട്ടില്ലല്ലോ. അയ്യോ അപ്പൊ ജാമ്യം എടുത്ത് വെറുതെ കേസ് എടുത്തിട്ടില്ലെങ്കിൽ ജാമ്യം ഡബിൾ വാലിഡാ. ഓ ഇയാളെ കൊണ്ട് തോറ്റല്ലോ. തനിക്കെതിരെ എങ്ങനെയാ മാശമ്പളം? പാപ്പച്ച ഞാൻ വാഴ കൃഷിയൊക്കെ നിർത്തി. ഇപ്പൊ എനിക്കിട്ടാണ് കൃഷി. അതല്ല, ഇപ്പൊ ഫുൾ ടൈം കോടതിയാ. തന്റെ വൈഫ് തന്നിട്ടുള്ള വക്കാലത്തുണ്ട്. കാരണം ദാ ഇത് സാറേ ഒരു മിനിറ്റ്, അവന്മാരെ ഒന്ന് കട്ടോട്ടെ. നമ്മുടെ പിള്ളേരെ അടുത്ത കേസ് പോലീസ് തിരിച്ചു മറിച്ച് ചോദിക്കും, ലാത്തി വച്ച് ഉരുട്ടും. പക്ഷേ ആ പോത്താണ് ഈ എരുമെന്നുള്ളത് ഒരു കാരണവശാലും പറയല്ലേ. എടാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊന്ന് ഒഴിവാക്കിത്താ. ഇനി നാണം കെടാൻ വയ്യ. ഞാൻ പറയില്ല. പിന്നെ ഇവൻ ഇതാരാ ട്രെയിനിയാ? ടെൻഷനും ഭയവും നമ്മളെ അപകടത്തിലേക്ക് നയിക്കും. അല്ല എന്നുവെച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം എല്ലാം പറഞ്ഞ പോലെ. എടാ പിന്നെ നീയോ കൂടി ഏത് പട്ടിയും പൂച്ചയും കൊന്നിട്ടാടാ ഇത്രയും കാലം എന്നെ മുയലർച്ച എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചത്? അതിലൊറ്റ മുയൽ പോലും ഇല്ലായിരുന്നല്ലേ? കൊണ്ടുവന്നാ നല്ല അസല് കാടന, കാട് മൊതിച്ച് നടന്നവനാ. ഇതുപോലത്തെ ഹെവി ഡീലിങ്സിന്റെ രാത്രി തന്നെ ബെസ്റ്റ്. ഇനി മുതൽ അങ്ങനെ മതി. എനിക്കും രാത്രിയാണ് ബ്രോ ഇഷ്ടം. കേട്ടോ? ശരി, പേ പിടിക്കാൻ ഞാൻ നോക്കി. എക്സ്ക്യൂസ് മീ. സോറി. താങ്ക് യു. മാറ്. കേസ് വല്ലതും ഉണ്ടെങ്കിൽ പറയണേ. നീ എന്തിനാ വക്കലിന് തോന്നുന്നു കേട്ടോ? വരട്ടെ സിയെ. എരുമയുടെ ഓണർ. അമ്മച്ചി ശരിക്കും 4 ലിറ്റർ കറവ ഉണ്ടായിരുന്നു. നല്ല കറവുണ്ടായിരുന്നു. അതിന് 40,000 രൂപ പറഞ്ഞിട്ട് ഞാൻ കൊടുക്കാണ്ടിരുന്നതാ. നാറുകൾ അതിലും പറ്റിച്ച് 10,000. എടാ ഈ പോത്തിന്റെ ഇറച്ചിലും എരുമയുടെ ഇറച്ചിലും വല്ല വ്യത്യാസമുണ്ടോ? ഇടി കൊള്ളുമ്പോ ഒരു വ്യത്യാസം ഇല്ലല്ലേ. ഈ വക്കാലത്തിലിട്ടൊന്ന് ഒപ്പിട്ടെന്നെ.